ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് RRB ALP എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഡേ ഷിഫ്റ്റ് 2 ചോദിച്ച റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റിലെ റീസണിങ്ങും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം സെക്കൻഡ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കമൻസ് കാണുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും. അപ്പം ഇനി വരുന്ന എക്സാംസിനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. JEE ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ ALP ചെയ്യുന്നത് പോലെ തന്നെ JEEയുടെ ക്വസ്റ്റ്യൻസും ടെക്നീഷ്യൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം എവിടേക്കും യൂസ്ഫുൾ ആവും? NTPCക്ക് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC കണ്ടൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ആസ് പെർ നൗ ഇപ്പോൾ നമ്മൾ RRB SSC ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ബാക്കിയുള്ള വേറെ എക്സാംസ് ഒക്കെയും ഫോളോ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീസണിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മീൻസ് ഇതപ്പം അധികം നമ്മൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങാം അല്ലേ. അപ്പം എന്താണ്, D ആണ് ആദ്യം തന്നിരിക്കുന്നത്, 61 മൈനസ് 39. ദെൻ C ആണ് പ്ലസ് 14 പ്ലസ് 62 ഡിവൈഡഡ് ബൈ 2. B ആണ് ഇൻറ്റു 4. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മൈനസ് 39 പ്ലസ് 14 ആണ് ചെയ്യണത്. മൈനസ് 39 പ്ലസ് 14 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 25 എന്ന് കിട്ടും. ഇവിടെ പ്ലസ് ഇട്ടു, 62/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 31 ഇൻറ്റു 4 എന്നാണ് കിട്ടുക. ദെൻ ഇവിടെ എന്താ ചെയ്യണത്, 61 മൈനസ് 25 പ്ലസ് 31 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് 124 എന്ന് കിട്ടും. 124 മൈനസ് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 99 എന്നാണ് കിട്ടുക. നമുക്ക് ആൻസർ പ്ലസ് 99 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 160 എന്നാണ് കിട്ടുക. 160 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് വൃത്തിയായിട്ട് അറിയാൻ നമുക്ക് എന്തറിയണം, ബോഡ് മാസ് റൂൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഓക്കെ, ബോഡ് മാസ് റൂൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ചാടി കയറി മൈനസ് ഒന്നും ചെയ്യരുത്. ചില ടൈമിൽ നമുക്ക് ആദ്യം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പ്രോപ്പറായിട്ട് കിട്ടും, പക്ഷെ എല്ലാ സമയത്തും അത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ബോഡ് മാസ് റൂൾ ഫോളോ ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതാ ഇവിടെ നോക്കിയേ, CDEFG, C പ്ലസ് 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, G കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, KLMNO പ്ലസ് 3 ചെയ്യുമ്പോഴാണ് നമുക്ക് O കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ S കഴിഞ്ഞ് STUVW ആണ് അല്ലേ. ഇവിടെ രണ്ടിടത്ത് W ഉണ്ട്, അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. W എന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ടുവന്നു. ഇനി അടുത്തത് YW, അപ്പൊ Wയുടെ പുറകിലേക്കാണ് വരേണ്ടത് അല്ലേ. WXY ഒരെണ്ണമാണ്, STU. അങ്ങനെയാണെങ്കിൽ Qയുടെ പുറകിലേക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ്, OPQ ആണ് അല്ലെ. OPQ ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക, O ആണ് വരിക. ഇവിടെ WOVI ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ കാൽക്കുലേഷനിൽ ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അധികം സമയം കളഞ്ഞ് ബാക്കിയുള്ളതും കൂടെ തപ്പി തെരഞ്ഞ് നിൽക്കാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, കൺഫേം ചെയ്താൽ മതി. ഓക്കെ, അതായത് അടുത്തതും കൂടെ ചെക്ക് ചെയ്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് DEF. ഓക്കെ, ABCD, DEEF. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്ക്, LMMNO,
UVW ആണ് അല്ലെ, എഫ് കഴിഞ്ഞിട്ടല്ല യു വരുന്നത്, ഇ കഴിഞ്ഞിട്ടല്ല യു, TUVW. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? TUV ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം. അധികം പെന്നും പേപ്പറും എടുത്തിരുന്ന് സമയം കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നല്ലത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോബ് 2653 എന്നാണ് എഴുതിയിരിക്കുന്നത്. ബോർ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 6823. നമ്മളിവിടെ L ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള സിംഗിൾ നമ്പർ ഏതാണ്? ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഇല്ല, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഏതാണ്? 5 ആണ് ഇവിടെ എക്സ്ട്രാ ഉള്ളത്. സോ L എന്താണ്? 5 ആണ്. ഓപ്ഷൻ 3 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അധികം പെന്നൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ്സ് മതി നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓൾ ബീസ് ആർ ഇൻസെക്ട്സ്. എല്ലാ ബീസും എന്താണ്? ഇൻസെക്റ്റ് ആണ്. ഓൾ ബീസ് ആർ ഹണികോംസ്. എല്ലാ ബീസും എന്താണ്? ഹണികോംബും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം, ഹണികോംബ് ആണെന്നും പറയാം. സം ഹണികോംസ് ആർ ഇൻസെക്ട്സ്. ഓൾ ഹണികോംസ് ആർ ഹണി ബീസ്. എല്ലാ ഹണികോംസും ഹണി ബീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ആണ് അല്ലെ. ഓൾ ബീസ് ആർ പറയാൻ പറ്റില്ല. എല്ലാ ഹണികോംസും എല്ലാ ബീസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില ഹണികോംസ് എന്താണ്? ഇൻസെക്ട്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആദ്യത്തെ ലെറ്റർ ഏതാണ്? D ആണ് അല്ലെ. അപ്പൊ നോക്കിക്കോ, DEF കഴിഞ്ഞ് G വരുന്നുണ്ട്, HIJ കഴിഞ്ഞ് K വരുന്നുണ്ട്, K കഴിഞ്ഞ് K plus 15 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? Z വരുന്നത്. ഓക്കെ, K കഴിഞ്ഞ് 15th ലെറ്റർ ആണ് Z. അപ്പൊ അതായി. അടുത്തതും അത് തന്നെ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഏതാണ്? ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. TUVW then XYZA അല്ലെ. XYZA. A plus 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P എന്ന് കിട്ടും. സോ ഇത് രണ്ടും ഫോളോ ചെയ്യണ്ട. അപ്പൊ ഇത് രണ്ടെണ്ണത്തിൽ ഏതോ ആണ് ഓഡ് വൺ ഔട്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നുള്ളത് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ജിയിലേക്ക് ഇവിടെ +2 ആണ്. ദെൻ ജിയിൽ നിന്നും കെയിലേക്ക് +4. ഇവിടെ +3 ആണ്, ഇവിടെ +4 ആണ്. കെയിൽ നിന്നും സെഡിലേക്ക് എന്താണ്? +15 ആണ്. ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് രണ്ടെണ്ണത്തിലെ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമന്റ് സെക്ഷനിൽ അതിന്റെ ആൻസർ പറയണം. ഓക്കെ, നെക്സ്റ്റ് വൺ BCDEF GHIJK L ആണ് ഇവിടെ വരിക. ഇവിടെ L ഉള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. അധികം സമയം ഇവിടെ കളയേണ്ട കാര്യം ഉണ്ടാവണില്ല. ഓക്കെ, LNQ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടൗൺ L is situated to the west of town M. ടൗൺ M ഇവിടെ ആണെങ്കിൽ വെസ്റ്റിലാണ് എന്തിരിക്കുന്നത്? ടൗൺ L ഇരിക്കുന്നത്. ടൗൺ D is situated to the northeast of town L. ടൗൺ Lന്റെ നോർത്തില് ഈസ്റ്റ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? ടൗൺ D ഇരിക്കുന്നത്. എമ്മിന്റെ മേലെയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഒന്നുകിൽ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്തുള്ളത്? D ഇരിക്കുന്നത്. ഓക്കെ, ടൗൺ A is situated to the west of town D. ടൗൺ ഡിയുടെ വെസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? ടൗൺ A. അപ്പൊ ഒന്നുകിൽ ഇവിടെ ഈ 3 പ്ലേസിലും ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ 3 പ്ലേസിലും എക്ക് ചാൻസ് ഉണ്ട്. ദെൻ ടൗൺ R is situated to the east of town D. ടൗൺ ഡിയുടെ ഈസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? ടൗൺ R ഇരിക്കുന്നത്. സോ ഇവിടെ എവിടെയെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആവാം R ഇരിക്കുന്നത്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ടൗൺ R വിത്ത് റെസ്പെക്ട് ടു ടൗൺ A? ടൗൺ എയുടെ A വെച്ച് നോക്കുന്ന ടൈമില് ടൗൺ ആറിന്റെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടൗൺ ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? വെസ്റ്റില് ടൗൺ ഡി ഉണ്ട്. ഡിയുടെ വെസ്റ്റ് സൈഡിൽ ടൗൺ എയും ഉണ്ട്,
ഈസ്റ്റ് സൈഡിൽ ടൗൺ ആറുമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ വെസ്റ്റിലാണ് എന്തുള്ളത്, ആറുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ട് പറയാം. പക്ഷെ അത് നോർത്ത് വെസ്റ്റ് ആണോ സൗത്ത് വെസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലാരിഫൈഡ് അല്ല. ഓക്കെ, നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് തന്നിട്ടില്ല എന്നാണ് എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു കാര്യം. ഓക്കെ, അപ്പം ഒന്നുകിൽ സൗത്ത് വെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത് ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ആൻസർ കൺഫർമേഷൻ പറയാം. ഓക്കെ, അപ്പൊ ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് പറയുക, അല്ലെങ്കിൽ ഞാൻ തന്നെ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇഫ് ഈച്ച് ലെറ്റർ ഓഫ് ദ വേർഡ്, ഓക്കെ, ഹിപ്നോട്ടിക് ആണ് അല്ലെ വേർഡ്, നമ്മളിവിടെ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇമീഡിയറ്റ്ലി ഫോളോവിങ് ഇറ്റ് ഇൻ ദ ആൽഫബറ്റിക് ഓർഡർ. ഓക്കെ, അപ്പം H I, നമുക്കിവിടെ താഴെ എഴുതാം അല്ലെ, HI Y Z P Q N O O P T U I J C D. ഇതാണ് നമുക്ക് വരുന്ന പുതിയ ലെറ്റർ ക്ലസ്റ്റർ. ഇനി ഇതെന്താണ്, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം. അപ്പം A B C D E F G H I J K L M N O P Q R S T U V W X Y Z T U എന്നുണ്ട് അല്ലെ, U V W X Y Z. ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർഡർ. ഇനി നമ്മളോട് എന്താ പറയുക, ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് നിൽക്കുന്നത് ആരാണ്, I ആണ് ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് നിൽക്കുന്ന ലെറ്റർ. I ആണ് ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് നിൽക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടെ ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, K L M കഴിഞ്ഞാൽ എന്ത് വരും, N വരും. അപ്പൊ K+3 ആണ് N അല്ലെ, N O P Q, N+3 ആണ് Q വരുന്നത്. ഇവിടെ നോക്കിയേ, R S T U V W X G H I J K L M. ഇവിടെ എന്താണ്, അങ്ങനെയല്ല അല്ലെ, B C D E ആണ് വരണ്ടേ, പക്ഷെ F ആണ്. അപ്പൊ നമ്മുടെ ഓഡ് വൺ എന്താണ്, B H F ആണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആയിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A C, ഓക്കെ, A B C D E F G, A+6 ആണ് G വരുന്നത് അല്ലെ. ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതെന്തായാലും ഇവിടെ എല്ലാം എന്തായിരിക്കും, +6 തന്നെ ആയിരിക്കും വരുന്നത്. C D E F G H I +6 തന്നെയാണ് വരുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി, എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്ത് നോക്കാം, Y Z A B C D E, E ആണ് വരുന്നത്. എല്ലാ ഓപ്ഷനിലും E ഉണ്ട്. A കഴിഞ്ഞ് ആറാമത്തെ A B C D E F G, ഈ G ആണ്. അപ്പൊ ഒരു ഓപ്ഷൻ സ്കിപ്പായി. അടുത്തത് B കഴിഞ്ഞിട്ട് വരുമ്പോൾ G H ആണ് വരിക അല്ലെ, കാരണം ഇവിടെ A കഴിഞ്ഞപ്പോൾ G ആണ്. അപ്പൊ B കഴിയുമ്പോൾ എന്തായിരിക്കും, H ആണ് വരിക. E G H J, നമുക്ക് ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആയില്ലേ? എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A B C D E and F are seated around a circular table facing to center. അപ്പൊ ഒരു സർക്കുലർ ടേബിൾ ആണ് നമുക്ക് വരുന്നത്. എത്ര ആൾക്കാരുണ്ട്, 6 പേരാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 6 സീറ്റിംഗ് പൊസിഷൻ മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, E is seated immediate right of D. അപ്പൊ നമ്മൾ D നെ ഇവിടെ കൊടുത്തു. D യുടെ തൊട്ടടുത്ത് ആരാ, റൈറ്റ് സൈഡിൽ ആരായിരിക്കുന്നത്, E ആണ് ഇരിക്കുന്നത്. A is the nearest neighbor of B and D. B യുടെയും D യുടെയും നിയറസ്റ്റ് നൈബർ ആണ് A എന്ന് പറയുമ്പോൾ A സെന്ററിലായിരിക്കും, B യും D യും രണ്ട് സൈഡിലായിരിക്കും. F is seated second to the right of D. D യുടെ റൈറ്റിൽ നിന്നും രണ്ടാമതായിട്ടാണ് ആരിയ്ക്കുന്നത്, F ഇരിക്കുന്നത്. ഇനി ഇവിടെ ബാലൻസ് ആരാ ഉള്ളത്, C ആണുള്ളത്. D with respect to
സിയുടെ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സി എന്താണ്? ഡിയുടെ റൈറ്റിൽ നിന്നും തേർഡ് ആണ്, ലെഫ്റ്റിൽ നിന്നും തേർഡ് ആണ്. അപ്പൊ നോക്കുക, തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ഓപ്ഷനിലുള്ളത്. സോ നമ്മൾ അത് മാർക്ക് ചെയ്യുക. തേർഡ് ടു ദ റൈറ്റ് എന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്, തേർഡ് ടു ദ ലെഫ്റ്റ് എന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഇത് രണ്ടെണ്ണത്തിൽ ഏതാണോ ഓപ്ഷനിലുള്ളത് എന്ന് ചെക്ക് ചെയ്യുക, അത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? നമ്മളൊരു ടേബിളിൽ ഇരിക്കുന്നത് സങ്കല്പിച്ചിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, എക്സ് ഇസ് ടു 961 ഇസ് ടു 34 ഇസ് ടു y എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം 961 എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അതിന് എന്തറിയണം? സ്ക്വയേഴ്സ് അറിയണം. 961 എന്ന് പറഞ്ഞാൽ 31 സ്ക്വയർ ആണ് 961. ഓക്കെ, അപ്പൊ അത് കാണാനുള്ള ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇതാ നോക്കിയേ, 961 ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അത് ഏത് നമ്പേഴ്സ് ആയിരിക്കും? സ്ക്വയറിന്റെ നമ്പേഴ്സ് ഏതായിരിക്കും? സ്ക്വയർ റൂട്ടിൻ്റെത് ഒന്നുകിൽ 9 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും അല്ലെ. ഇനി 900 എന്ന് പറയുന്നത് ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 30യുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 900. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഉള്ള നമ്പർ 3 ആണെന്ന് മനസ്സിലായില്ലേ? 961, കാരണം 40യുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? 1600 ആണ്. അപ്പോൾ 1600ന്റെയും 900ന്റെയും ഇടയിലാണ് 961 ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് മനസ്സിലായി? 3 ആണെന്ന് മനസ്സിലായി. ഇവിടെ 9 ആണോ 1 ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ 39 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600ന്റെ അടുത്തൊക്കെ വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ എന്താണ്? 31 തന്നെ ആയിരിക്കും. കാരണം 900ൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ? 961 അല്ലെ. അപ്പൊ എന്തായിരിക്കും? 31 സ്ക്വയർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇത് സ്ക്വയർ റൂട്ട്സ് പറഞ്ഞ് തന്നിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് കാണാത്ത പലരും നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്താണ്? 961 31 സ്ക്വയർ ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പോ ഇവിടെ നോക്കുക, 31നോട് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ നോക്ക്, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് എന്താണ്? 41 മൈനസ് 10 ആണ് 31. നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? 625 എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ ആണ് അല്ലെ. 25ഉം 34ഉം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. 31 ഓക്കെ, അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി അടുത്തത് എന്താണ്? 576 എന്ന് പറഞ്ഞാല് എന്തിന്റെ സ്ക്വയർ ആണ്? 576 ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയും. 576 എന്ന് പറഞ്ഞാല് 24ന്റെ സ്ക്വയർ ആണ് അല്ലെ 576 അല്ലെ. അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ നോക്ക്, 34 മൈനസ് 10 അല്ലേ 24. അപ്പൊ എന്തായി? 41 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 31 സ്ക്വയർ ആണ്. അതിന്റെ ആൻസർ ആണ് 961. സോ എക്സ് എന്താണ്? 41 ആണ്. ദെൻ 34 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. അതിന്റെ സ്ക്വയർ ആണ് 576. സോ y എന്താണ്? 576. മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോക്സ് പ്ലേസ് ചെയ്യാണ് അല്ലെ. 7 ബോക്സ് ആണ്. 3 4 5 6 7. ഓക്കെ, ജി ഈസ് പ്ലേസ്ഡ് തേർഡ് ഫ്രം ദ ബോട്ടം. താഴെ നിന്ന് മൂന്നാമതായിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ജിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓൺലി 2 ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ സി ആൻഡ് ഇ. ഓക്കെ, സിയുടെയും ഇയുടെയും ഇടയിൽ 2 ബോക്സസ് ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. എ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് ഡി, അതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ എവിടെയും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഡി ഈസ് പ്ലേസ്ഡ് വൺ ഓഫ് ദ പ്ലേസസ് എബോവ് ജി, അതും നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണം ഉണ്ട്. ബിയുടെയും ഇയുടെയും ഇടയിൽ 2 ബോക്സസ് ആണ്. സിയുടെയും ഇയുടെയും ഇടയിൽ 2 ബോക്സസ് ആണ്. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബി ഈസ് നോട്ട് പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പൊ ഇ എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ഇടയിലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് മനസ്സിലായി? ബി താഴെ ടോപ്പ് മോസ്റ്റിൽ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ഒന്ന് നോക്ക്, ബി ഇവിടെ വന്നാല് 2 ബോക്സ് കഴിഞ്ഞ് ഇവിടെ ഇ, ഇവിടെ 2 ബോക്സ് കഴിഞ്ഞ് ഇവിടെ സി. കറക്റ്റ് ആയില്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ജിയുടെ മേലെയുള്ള ഏതോ ഭാഗത്താണ് ഡി ഇരിക്കുന്നത്. ഡിയുടെ തൊട്ട് മേലെ എയും ഉണ്ട്. അപ്പോൾ ഡി ഇവിടെ എഴുതാം, എ ഇവിടെ എഴുതാം. ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. അതേതാണ്? എഫ് ആണ് ബാലൻസ് ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്?
ഡി ആൻഡ് ബിയുടെ ഇടയിൽ എത്ര ബോക്സസ് ഉണ്ട്? ഡിയുടെയും ബിയുടെയും ഇടയിൽ 3 ബോക്സസ് ആണ് ഉള്ളത്. ഓപ്ഷനിൽ ആ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്തത് എന്താണ്? പാർക്കിങ്ങിന്റെ വവ്വല് സബ്സീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഫോളോ ചെയ്യണത്. ഓക്കെ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വേർഡ്സ് മാറി മാറി തരണമെന്ന് മാത്രമേ ഉള്ളൂ. കൺസണന്റും എന്ത് തന്നെയാണ്? സബ്സീക്വന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ ഇത് അങ്ങോട്ടേക്ക് എല്ലാ ലെറ്റേഴ്സും കൂടെ അങ്ങോട്ടേക്ക് എഴുതിയാൽ പോരെന്ന്. അങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ലേ. ഇതാകുമ്പോ എന്താണ്, നമ്മളൊന്ന് ചെക്ക് ചെയ്യാം വവ്വൽസ്. അപ്പൊ ആദ്യം നമ്മൾ വവ്വല് മാർക്ക് ചെയ്യാൻ നിൽക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കൺസണന്റും അതുപോലെ തന്നെ തന്നിരിക്കണം. അപ്പൊ നമ്മൾ കൺസണന്റ് മാർക്ക് ചെയ്യാൻ നിൽക്കും. അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ വവ്വൽ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും അത് സബ്സീക്വന്റ് ആണ്. രണ്ടാമത്തെ കൺസണന്റ് നോക്കുക, സബ്സീക്വന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, എല്ലാം ഒരുമിച്ച് അങ്ങോട്ടേക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? പി ക്യു എ ബി ആർ എസ് കെ എൽ ഐ ജെ എൻ ഒ ജി എച്ച്. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? then which of the following letters will be at the third position from the left? ലെഫ്റ്റിൽ നിന്നും മൂന്നാമത് ആരായിരിക്കുന്നത്? എസ് ആണ് ലെഫ്റ്റിൽ നിന്നും മൂന്നാമത് ഇരിക്കുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11:44 to 6:54 3. ഓക്കെ, അപ്പം ഇവര് തമ്മിലുള്ള റിലേഷൻ 2 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അടുത്തത് എന്താണ്? 4 ആയിരിക്കും വരിക. ഇവിടെ നോക്കുക, ഇതാണെന്ന് നമുക്ക് പറയാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം അല്ലെ. വെറുതെ ഒരു ലെറ്റർ എഴുതി വെച്ച് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാൻ പോവാണ്. 11 into 4 ആണ് 44 അല്ലെ. 11 into 4 ആണ് 44. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതവിടെ ഇരിക്കട്ടെ. 6 എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 54 കിട്ടുന്നത്? 6 9s ആണ് 54 അല്ലെ. ഇവിടെ നോക്ക്, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ് അല്ലെ. അങ്ങനല്ലേ? അപ്പൊ ഇനി ഇവിടെ നമ്മളൊന്ന് നോക്ക്, നമുക്ക് അടുത്തത് എന്തായിരിക്കും? അപ്പൊ 4 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് മീൻസ് 16 ആയിരിക്കും. 7 into 16 98 ആണോ? അല്ല. അപ്പൊ അതല്ല. 12 into 16 72 അല്ല. then 10 into 16 50 അല്ല. 2 into 16 എന്താണ്? 32 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 2 32 4 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ആണ് ബ്ലീച്ച്. ബ്ലീച്ചിന്റെ കൺസണന്റ് നമ്മൾ പ്രിസീഡിങ് മുന്നേയുള്ള ലെറ്റർ എഴുതണം. ദെൻ വവ്വൽ എന്ത് ചെയ്യണം? ആഫ്റ്റർ ലെറ്റർ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് എത്ര വവ്വൽ ഉണ്ട് എന്ന് ആദ്യം നോക്കുക. എ ഇ ഐ. അപ്പം ഇയുടെ മുന്നേ എന്താണ്? ഡി ഇ ദെൻ സെഡ് എ. അങ്ങനെയല്ലേ വരിക? കൺസണന്റ് ആണ് നമ്മളോട് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വവ്വല് നമ്മളോട് ഫോളോവിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇ എഫ് എ ബി. ബാക്കിയുള്ളത് എൽ എന്താണ്? നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. എല്ലിന് മുന്നേ എന്താ വരുന്നത്? എല്ലിന് മുന്നേ കെ ആണ് വരുന്നത്. ബിക്ക് മുന്നേ എ ആണ് വരുന്നത്. സിയുടെ മുന്നേ ബി വരുന്നുണ്ട്. എച്ചിന് മുന്നേ ജി വരുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ട്വൈസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദസ് ഫോംഡ്. ലെറ്റേഴ്സ് വിൽ അപ്പിയർ ട്വൈസ്. 2 തവണ വരുന്നത് ഏതാണ്? ബി ആണ് 2 തവണ വരുന്ന ലെറ്റർ. ക്ലിയർ ആണോ? ബ്ലീച്ചിൽ 2 തവണ നമ്മൾ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പം പുതിയ ലെറ്റർ ക്ലസ്റ്ററിൽ 2 തവണ വരുന്നത് ബി ആണ്. അടുത്തത് ഒരു റോ ആണ്. 7 പേരുണ്ട്. 1 2 3 4 5 6 7. ഓക്കെ, ദെൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? A sits fifth from the right end. റൈറ്റ് എൻഡിൽ നിന്നും 1 2 3 4 5 ഫിഫ്ത്ത് എൻഡിലാണ് ആരിയിരിക്കുന്നത്? 5th പ്ലേസിലാണ് എ ഇരിക്കുന്നത്. ഓൺലി 2 persons sits between E and A. ഇയുടെയും എയുടെയും ഇടയിൽ 2 പേരാണുള്ളത്. സോ ഇ ഇവിടെ വെക്കും. C is the immediate neighbor of G and E. ഇയുടെയും ജിയുടെയും ഇമീഡിയറ്റ് നൈബർ ആണ് ആര്? സി എന്ന് പറയുന്നത്. B sits immediate right of F. എഫിന് ഇമീഡിയറ്റ് റൈറ്റിലാണ് ബി ഇരിക്കുന്നത്.
ഇനി ബാലൻസ് ഇവിടെ ആരാ ഉള്ളത്? ഡി മാത്രമാണ് ഉള്ളത്. നമ്മളോട് ഡിയുടെയും ബിയുടെയും ഇടയിൽ എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 4 പേരാണ് ഡിയുടെയും ബിയുടെയും ഇടയിലായിട്ട് ഇരിക്കുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A major railway accident occurred at Katpadi Junction last night. 7 coaches of the GT Express derailed and fell across the tracks. Okay. അപ്പോൾ ഒരു ആക്സിഡന്റ് ആണ് നടന്നത് അല്ലേ? ഇവിടെ നോക്കി എന്തൊക്കെ ആയിരിക്കും അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക? Many trains on the Katpadi Chennai route are running late by several hours today. ശരിയാണ് അല്ലേ? അതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ക്യൂസ് were seen at railway ticket booking counters in Bengaluru. കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്? ട്രെയിൻ മാറ്റിയെടുക്കാനും ടിക്കറ്റ് മാറ്റിയെടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അവിടെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരിക? ബോത്ത് 1 and 2 ഫോളോസ്. അടുത്തത് എന്താ നോക്കുക? റെയിൽവേസ് ഹാവ് ഡിസൈഡഡ് ടു റൺ 2 ഹോളിഡേ സ്പെഷ്യൽ ട്രെയിൻസ്. അതെ, ഹോളിഡേ സ്പെഷ്യൽ ട്രെയിൻസ് ഇപ്പൊ ആവശ്യമില്ലല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ ആവശ്യം. ട്രെയിനുകൾ പോവാൻ ലേറ്റ് ആവണമെന്നല്ലേ ഇവിടുത്തെ ആവശ്യം വരുന്നത്. അപ്പം ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഓക്കെ. അപ്പൊ ഇവിടെ നോക്ക്, പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ, പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ബി. അപ്പൊ എന്താണ്? പി ഈസ് ദ മദർ ഓഫ് ബി. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ആണ്. ആരുടെ അമ്മയാണ്? ബിയുടെ അമ്മയാണ് പി. ക്യൂയുടെ അമ്മയാണ് പി എന്ന് പറയുന്നത്. ക്യൂ മൈനസ് ആർ എന്ന് പറയുമ്പോൾ ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ബി. ബിയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ ഇത് മെയിൽ ആണ്. ഇവിടെ എന്താണ്? ആർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആർ ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ ആർ ഈസ് ദ വൈഫ് ഓഫ് ബി. ആരുടെ അപ്പൊ ആർ എന്താണ്? ഫീമെയിൽ ആണ്. ആരുടെ വൈഫാണ്? എസിന്റെ വൈഫാണ്. അപ്പൊ എസ് എന്താണ്? മെയിൽ ആണ്. ഇനി എസ് ബൈ ടി എന്ന് പറഞ്ഞാല് എസ് ഈസ് ദ ഫാദർ ഓഫ് ബി. അപ്പം എസ് ആരുടെ ഫാദർ ആണ്? ടിയുടെ ഫാദർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യൂ ആൻഡ് ടി തമ്മിലുള്ള റിലേഷൻ. ക്യൂ ടിയുടെ ആരാണ്? ടിയുടെ അമ്മയുടെ ബ്രദർ ആണ് ക്യൂ. അപ്പൊ എന്താണ്? മദേഴ്സ് ബ്രദർ ആണ് ക്യൂ. ഓക്കെ, ടിയുടെ മദേഴ്സ് ബ്രദർ ആണ് ക്യൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ലോസ്റ്റ് ഇൻ സ്പേസ് ഈസ് റിട്ടൺ ആസ് ഓക്കെ നെവർ ഗെറ്റ് ലോസ്റ്റ്. അപ്പൊ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ലോസ്റ്റ് ആണ്. രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള കോഡ് ഏതാണ്? വി പി ഇല്ല, ഡി സി ഇല്ല, ഇ സെഡ്. അപ്പൊ ലോസ്റ്റിന്റെ കോഡ് എന്താണ്? ഇ സെഡ് ആണ് ലോസ്റ്റിന്റെ കോഡ്. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ സീസ് ആർ റിവേഴ്സ്. എല്ലാ കടലും എന്താണ്? റിവർ ആണ്. സം റിവേഴ്സ് ആർ പോൺസ്. ചില റിവർ എന്താണ്? പോണ്ട് ആണ്. ഓൾ പോൺസ് ആർ സീസ് അല്ല അല്ലെ? സം സീസ് ആർ പോൺസ്. കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ഡേ സെക്കൻഡ് ഷിഫ്റ്റ് റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒന്ന് കമന്റ് ത്രൂ അറിയിക്കുക. നമുക്കും അത് കേൾക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ നിങ്ങളിലേക്ക് കണ്ടന്റ്സ് എത്തിക്കാനുള്ളൊരു പ്രചോദനമാകും. ഓക്കെ, അപ്പൊ നമുക്കൊരു സന്തോഷം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യണത് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ബാക്കി വീഡിയോസ് ഇതിന്റെ പുറകെ ആയിട്ട് വരുന്നതായിരിക്കും. അതും എല്ലാം വെയിറ്റ് ചെയ്ത് കാണുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.